ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ അൽത്തമാമിലാണ്. S25 എഡ്ജ് മേടിച്ചിരിക്കുന്നത്. എവനെങ്കിലും വന്നിട്ട് പേട് പറഞ്ഞ് എൻ്റെ വായിരിക്കണ കേൾക്കും. ഞാൻ അത് ബീപ്പ് ചെയ്യും കേട്ടോ. എന്തിനാണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കണം. പക്ഷേ ഇത് കാശ് കൊടുത്ത് മേടിച്ചതാണ്. ഇത് മാത്രമല്ല, വേറെ 2 സാധനങ്ങളും നമ്മളിവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 25,000 mAh പവർ ബാങ്കാണ് ആങ്കറിൻ്റെ. ഇത് ആമസോണിൽ മേടിക്കാൻ 389 മാർക്കറ്റിൽ പ്രൈസ് വാങ്ങുക കണ്ടല്ലേ. മാർക്കറ്റ് പ്രൈസ് നിങ്ങൾ വന്ന് ചോദിച്ചാട്ടാ, എന്നാൽ കുറവാണ്. പക്ഷേ 25,000 mAh ബാറ്ററി ഉള്ള പവർ ബാങ്ക് ആണ്. ഇതും പൈസ കൊടുത്ത് മേടിച്ചാണ്. ഇനി ഒരു സാധനമുണ്ട്, റോഡിൻ്റെ ഒരു മൈക്ക്, അതും ഒരു പൈസ കൊടുത്താണ് മേടിക്കുന്നത്. ഇനി എവിടെയെങ്കിലും വന്നിട്ട് പേര് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ തലയിൽ ഇങ്ങനെ എന്നെ പ്രായിട്ടുണ്ട്. അപ്പോൾ എന്തിനായാലും ഇതിൻ്റെ അൺബോക്സിങ് നമ്മുടെ സാംസങ് ചെയ്യുന്നേ. ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സാംസങ്. എന്നെ കണ്ടിട്ട് ഒരുപാട് നാളായെന്ന് എനിക്കറിയാം. ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണായ നമ്മുടെ സാംസങ് ഗാലക്സി S25 എഡ്ജുമായി വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പെട്ടി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ അകത്ത് ശരിക്കും ഫോണുണ്ടോ എന്ന്. ബിക്കോസ് അത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് ആണ് ഇതിൻ്റെ പെട്ടി. പിന്നെ പെട്ടിയിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല, സെയിം പെട്ടി തന്നെ. ജസ്റ്റ് മറ്റേ ഒരു സിൽവറ്റ് പോലെ നമ്മളുടെ പുതിയ ഫോണിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഇതൊരു സ്ലിം ഫോണാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു സിൽവർ കളർ, നീല എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലൈറ്റ് സിൽവറിഷ് ബ്ലൂ ആണ് അത്. പിന്നെ ഒരു കറുത്ത കളറുണ്ട്. ആ കറുത്ത കളറാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ. നമുക്കെന്തായാലും സംസാരിക്കാതെ തന്നെ അൺബോക്സ് ചെയ്യാം ഗൈസ്. അൺബോക്സിങ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാനായിട്ടൊന്നും വലുതായിട്ടൊന്നുമില്ല. ഒരു വയറും സിമ്മ് അള്ളേ എന്ത് ഈസി ആയിട്ടാണ് വന്നതല്ലേ. ഇതാണ് ഫോൺ ഗൈസ്. നമുക്കെന്തായാലും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വയർ നമ്മൾ തരുന്നുണ്ട്. അതുകൊണ്ട് ഇത് സിമ്മ് കൂത്തി കളകണ സാധനമാണ്. പിച്ച സെറ്റപ്പ് വയറല്ല, PD ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന വയറാണ് ഈ പ്രാവശ്യം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഒരു ഹൈ ക്വാളിറ്റി വയറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണെങ്കിലും അതൊക്കെയാണ് പെട്ടിയിലകത്തുള്ള സാധനങ്ങൾ. അല്ലാതെ വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. കേസില്ല, ചാർജറില്ല, ഒന്നുമില്ല. ആൻഡ് ചാർജിങ് സ്പീഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ്, മെഗാ ഫാസ്റ്റ്, ബമ്പർ ഫാസ്റ്റായ 25 വാട്ടാണ് ഈ ഒരു ഫോണ് സപ്പോർട്ട് ചെയ്യുന്നത്. വയർലെസ് ചാർജ് ഉണ്ട്, 15 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ടെക്നോളജിയൊക്കെ ഉണ്ട്. ഇതാണ് മനോഹരമായ ഫോൺ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കറുത്ത കളറാണ്. ഈ ഒരു കളർ എടുക്കാനാണ് ഞാൻ പറയുന്നത്. നോക്കൂ, നമുക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് ഫോൺ കാണിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് തന്നെ കണ്ടില്ലേ, ഇത്രയ്ക്കും സ്ലിം ആൻഡ് സ്ലീക്കായ ഒരു ഫോണാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നത് ഗൈസ്. ഈ മനോഹരമായ ഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇന്ത്യയിലാണെങ്കിൽ 1,09,000 രൂപ മാത്രം. അതല്ല, നിങ്ങൾ UAE-യിലുള്ളവരാണെങ്കിൽ 4,299 ദിർഹം മാത്രം. നിങ്ങൾ അൽത്തമാമിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് വില കുറയും. ഹോൾസെയിൽ പ്രൈസ് അവിടെ കിട്ടും. നിങ്ങൾ പോയാൽ മതി. അത് എന്തിനാണെങ്കിലും നട ഇതുപോലത്തെ ഒരു കറുത്ത സ്റ്റിക്കർ വരുന്നു. അത് ഇളക്കാൻ പോവുകയാണ്. മിണ്ടായിരുന്നോ? സാറ്റിസ്ഫൈഡ് ASMR. ഇതാണ് ഫോൺ ഗൈസ്. നമ്മൾ 2 ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു അൾട്രാ വൈഡും ഒരു വൈഡ് ആംഗിളും. 200 MP വൈഡാണ്, മറ്റേത് 12 MP. ഫ്രണ്ട് ക്യാമറ 12 MP. 1 UI 7 ഇൻബിൽട്ട് ആയിട്ടാണ് വരുന്നത്. മനോഹരം. പിന്നെ മറ്റേ റിഫ്ലക്റ്റിംഗ് മറ്റേ പരിപാടിയൊന്നും ഇല്ല. മറ്റേ S25 അൾട്രയിലുള്ള അത് കൊടുക്കായിരുന്നു. എന്തിനാണെങ്കിലും അതില്ല. പിന്നെ ഇത് വളയോ എന്ന് ചോദിക്കുന്നവരുന്നു. നമ്മുടെ ഹിന്ദിക്കാരൊരു ചേട്ടനുണ്ട്, ജെറിയാണ് എതിരായിട്ടും വളച്ചിട്ടില്ല, പക്ഷേ വളയൂല. ആ ഹിന്ദിക്കാരൻ ചേട്ടൻ കുറേ വളയാൻ നോക്കി, പക്ഷേ വളഞ്ഞില്ലടേ. അതുകൊണ്ട് ഞാനിപ്പം ലൈവായിട്ട് കാണിക്കില്ല. പക്ഷേ സാധനം വളയൂല കേട്ടോ. അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല. പോക്കറ്റ് വെച്ചുകൊണ്ടൊക്കെ ഇരിക്കാം. ഒരു സെറ്റ് ഒരു പ്രശ്നമില്ല. അപ്പോൾ അതായത് ഏറ്റവും മേജർ കൺസേൺ അതൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. എന്തിനാണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഇത്രേ ഉള്ളൂ. എന്തൊരു സ്ലിം നോക്കിയാണ് മിസ്റ്റർ സാംസങ്. നമ്മൾ ഇറക്കുന്നുണ്ട് ഈ വർഷം സ്ലിം ഫോൺ തന്നെ. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഏതൊരു കൊച്ചു കുട്ടിക്ക് വരെ മനസ്സിലാവും നമ്മൾ ഫോൺ ഇറക്കാൻ പോകുന്നത്. നിങ്ങൾ കേട്ടതും നമുക്ക് ഫസ്റ്റ് അടിക്കണം എന്ന് പറഞ്ഞ് ഇറക്കിയ സാധനമാണ് കൈ ഇരിക്കണതെന്ന്. അയ്യാടാ, നിന്റെ 2800 mAh ബാറ്ററി വെച്ച് പറഞ്ഞ ആ സ്ലിമ്മാ. 2800 റൂമറാണ്. അതൊക്കെ പറയാനൊന്നും പറ്റുന്നില്ല. അത് റൂമറായിരിക്കും. പക്ഷെ നമ്മൾ അത്യാവശ്യം 2 ക്യാമറ കൊടുക്കണം. നീയൊക്കെ ഒന്നല്ലേ കൊടുക്കണുള്ളൂ. വേറൊരു കാര്യമുണ്ട് കേട്ടോ, എന്ത് ഇറക്കിയാലും ഉണ്ടല്ലേ, വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ് നമ്മളെ ഫോൺസ്. വെൽ ഒപ്റ്റിമൈസ്ഡ്.
തുടങ്ങിയ അവൻ്റെ ഒപ്റ്റിമൈസേഷൻ എന്തൊരു പറഞ്ഞാലും ഒരു ഒപ്റ്റിമൈസേഷൻ, ക്യാമറയിൽ ഒപ്റ്റിമൈസേഷൻ, സോഫ്റ്റ്വെയറിൽ ഒപ്റ്റിമൈസേഷൻ, ബാറ്ററിയിൽ ഒപ്റ്റിമൈസേഷൻ. ഇവന്മാര് ഫീച്ചർ തരാതിരിക്കുന്ന സമയത്ത് പറയാനൊരു ഡയലോഗാണ് ഒപ്റ്റിമൈസേഷൻ, നമ്മളുടെ ഒപ്റ്റിമൈസേഷൻ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. ഇല്ല, നീ അൺബോക്സ് ചെയ്യണം. ഞാൻ വെറുതെ വന്നപ്പോൾ ചുമ്മാ കണ്ടപ്പോൾ പറഞ്ഞു. ഒരു കാര്യമില്ല, രാവിലെ തന്നെ കേട്ട്. ഒരു ഒപ്റ്റിമൈസേഷൻ ഒരു വാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് മനുഷ്യനെ കൊല്ലാനായിട്ട്. ഈ ഫോണ് ഒരു സ്ലിം ഫോം ഫാക്ടർ നോക്കുന്നവർക്ക് മേടിക്കാം, വില കുറവാണ്. ഇനിയും വില കുറയാൻ സാധ്യതയുണ്ട്. സോ എന്തിനാണെങ്കിലും ബാക്കി കാര്യം മറ്റേ വന്ന് പറയും കേട്ടോ. ബാറ്ററിയുടെ കേസ് 3900 mAh ബാറ്ററിയാണ്. മറ്റവനെ പോലെ 2800 അല്ല, 3900 mAh ബാറ്ററിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എന്തിനാണെങ്കിലും ഒരു കിടിലൻ ഫോണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ഇത് കയ്യിൽ എന്താ കൈ 164 ഗ്രാം എന്തേ ഉള്ളൂ. അതായത് S25 ഇല്ലേ നമ്മുടെ, അതിൻ്റെ വെയിറ്റ് ഈ ഒരു വലിയ ഫോണിലുള്ളൂ. അതൊരു വലിയ മാജിക്കാണ് കേട്ടോ. നമ്മൾ നല്ല കൂളിംഗ് സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ ബാറ്ററിയുടെ കേസ് നമുക്കറിയാം. കാർബൺ സിലിക്കൺ നമുക്ക് വിശ്വാസമില്ല അതിലോട്ട് വരാനേ. അതൊന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. അത് നമ്മളൊന്ന് ഒപ്റ്റിമൈസേഷൻ ആയിട്ട് നമുക്ക് നോക്കാം. പിന്നെ കേസ് ഇടാതെ വേണം ഈ സാധനം കൊണ്ട് നടക്കാം. കേസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിലൊരു സ്ലിമ്മും ഇല്ല. പിന്നെ നിങ്ങളതിൽ മറ്റേ ഏത് ഫോണാണ് ഇരിക്കണമെന്ന് പോലും നാട്ടുകാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ ഫോൺ മേടിക്കണവർ യൂസ് ചെയ്യുമ്പം ഇങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ കേസ് ഇടല്ലേ, മനസ്സിലായേ? എന്ന് പറഞ്ഞ് ഞാൻ പോണടേ. ബാക്കി മറ്റേ വന്ന് പറയും എന്തായാലും പറയാനുണ്ടെങ്കിൽ. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു യുവർ ഫേവറേറ്റ് hello ladies and gentlemen. So S25 Edge, Samsung Galaxy S25 Edge. I love this color. It's very nice. ഇതിലത്തെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയും ഒട്ടും വെയിറ്റ് ഇല്ല. ഇറ്റ്സ് വെരി ലൈറ്റ് വെയ്റ്റ്, ഇറ്റ്സ് വെരി വെൽ ബാലൻസ്ഡ്. എന്താ പറയുക, നമുക്ക് ഒരു ഇത് കേസ് ഇട്ട് മറ്റേ പറഞ്ഞില്ല, കേസ് ഇട്ട് കഴിഞ്ഞാൽ തീർന്നു. കേസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്ലിമ്മും ഇല്ല, ഒന്നുമില്ല, തേങ്ങയില്ല. പക്ഷേ ഇപ്പോഴും സ്ലിമ്മ് ഈ അണ്ണനാണ് കേട്ടോ. ഐപാഡ് ഇതാണ് സംഭവം. മോളിൽ സാംസങ്ങും താഴെ ഐപാഡുമാണ്. ഐപാഡ് 5.1 മില്ലിമീറ്ററാണ്, മറ്റേ 5.8 മില്ലിമീറ്ററാണ്. ഐപാഡ് തന്നെയാണ് സ്ലിമ്മ്. അപ്പോൾ ഈ ഒരു സ്ലിം ഫോം ഫാക്ടറിലാണ് ആപ്പിൾ ഇറക്കാതിരിക്കുന്നത്. പക്ഷേ ആപ്പിളിൻ്റെ പ്രശ്നം ഞാൻ പറയില്ല, എല്ലാവരും പറയുന്ന പോലെ 2800 mAh എന്നാണ് പറയുന്നത്. അത് അറിയത്തില്ല, സത്യം ആവാം. കാർബൺ സിലിക്കൺ ടെക്നോളജി ആണ് അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ പോലും അത്രയും ബാറ്ററി എനിക്ക് അറിഞ്ഞുകൂടാ. 3900 ഇതിൻ്റെ mAh വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പം കഴിഞ്ഞ S24 ഒക്കെ ഒരു ബാറ്ററി ലൈഫ് നമുക്കിതിൽ കിട്ടും. ഒരു ദിവസം കഷ്ടി നമ്മുടെ യൂസ് അനുസരിച്ചിരിക്കും. ഭയങ്കരമായിട്ട് ഗെയിമൊക്കെ കളിക്കുന്നവരാണെങ്കിൽ നടക്കൂല. ഇതൊരു ഗെയിമിംഗ് ഫോണായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇത്രയും സ്ലിം ഫോം ഫാക്ടറിൽ എങ്ങനെ പോയാലും ഫോൺ ഹീറ്റാവും. അവരെന്തൊക്കെ വേപ്പർ കൂളിംഗ് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ ഗ്രാഫൈറ്റ് ഷീറ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും, ഒരു 1 hour ഗെയിമൊക്കെ ചെയ്യുന്ന സമയത്ത് ഹൈ ഗ്രാഫിക്സിൽ നല്ല രീതിയിൽ ഹീറ്റിംഗ് വരും. ഫോർ ഷുവറാണ്. അതൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റൊക്കെ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് തോന്നിയതൊരു സാധനം, എന്തിനാണ് അൾട്രാ വൈഡ് കൊടുത്തതെന്നാണ്. 200 മെഗാപിക്സലും ഒരു 12 മെഗാപിക്സലും 3x ഒപ്റ്റിക്കലും കൊടുക്കേണ്ടടുത്ത് എന്തിനാണ് അൾട്രാ വൈഡ് കൊടുക്കുന്നത്? ആരാണ് അൾട്രാ? ഞാൻ എനിക്കറിയാം കുറേ ആർക്കിടെക്ചേഴ്സ് ഉണ്ട്, ആർക്കിടെക്ചറൽ ഫോട്ടോഗ്രാഫി, ലാൻഡ്സ്കേപ്പൊക്കെ എടുക്കാനായിട്ട് നല്ലതാണ്. പക്ഷേ എത്ര പേരാണ് അതെടുക്കുന്നത്? ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പോർട്രേറ്റ്സ് എടുക്കാനായിട്ടൊരു ഒപ്റ്റിക്കൽ ക്യാമറയിൽ എല്ലാവരും പോർട്രേറ്റ് ഷോട്ട്സ് അല്ലേ എടുക്കുന്നത്. അപ്പോൾ എന്തിനിപ്പം OnePlus 13s എന്ത് മനോഹരമായിട്ടാണ് മറ്റൊരു സാധാ വൈഡ് ആംഗിളും ഒരു 2x ഒപ്റ്റിക്കലും. ഇവിടെ അവർക്ക് 3x ഒപ്റ്റിക്കലുണ്ട്. അത് തന്നെ കൊടുക്കുന്നതിന് പകരം എന്തിനാണ് 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു കൺഫ്യൂഷനാണ്. അത് OIS-ഉം ഇല്ല. സോ 200 ഉണ്ടെന്ന് തോന്നുന്നു, OIS ഉണ്ട്. സെയിം ഫ്രണ്ട് ക്യാമറ, സെയിം ഡിസ്പ്ലേ, എവറിത്തിങ് സെയിം. പിന്നെ ഇതേപോലെ ഈ ആൻറ്റി റിഫ്ലക്റ്റിംഗ് പരിപാടി അവർക്ക് കൊടുക്കാമായിരുന്നു S25 അൾട്രയിൽ. എന്തായാലും ഇത്രയും പൈസ കൊടുക്കണമല്ലേ. എനിക്ക് അവിടെയാണ് പൈസ, അതാണ് കോമഡി. ഇതിന് 1,09,000 രൂപ. നാട്ടിൽ S24 അൾട്ര മേടിക്കാൻ 80,000 രൂപ എന്തേ ഉള്ളൂ. S24 അൾട്രയിൽ ഇതിൽ നിന്ന് ഫീച്ചേഴ്സ് ഉണ്ട്. സ്ലിം അല്ലെന്നേ ഉള്ളൂ. S Pen ഉണ്ട്. S Pen വെച്ചിട്ട് മറ്റേ ബ്ലൂടൂത്ത് വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. 3 ക്യാമറ, കിടിലൻ വലിയ ഡിസ്പ്ലേ. സ്ലിമ്മല്ല, പക്ഷേ പ്രൈസിന് അതാണ് വെർത്ത്. ദുബായിലൊക്കെ ആണെങ്കിൽ ഇതിൽ നിന്നും കുറവാണ് S24 അൾട്രയ്ക്ക്. എനിക്കറിഞ്ഞൂടെ ഇത് എവിടെ പ്ലേസ് ചെയ്യും, ഇത് ആർക്ക് പറയും. സ്ലിം ഫോൺ വേണമെന്നുള്ളവർക്ക് മേടിക്കുക. എത്ര പേര് മേടിക്കും സ്ലിം ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട്? നോ ഐഡിയ. സാധനം കൊള്ളാം, ഭയങ്കര രസമാണ്. ഇൻഹാൻഡ് ഫീൽ അടിപൊളി. പിന്നെ കേസ് ഇട്ട് കഴിഞ്ഞാൽ തീർന്നു. എന്താണ് സ്ലിം, തടി വയ്ക്കും. അപ്പോഴും
കേസിന് നല്ല തിക്നെസ് ഉണ്ടല്ലോ. പിന്നെ മറ്റേ വളയം വിളിയൊന്നുമില്ല. അത് നമ്മളൊരു ചേട്ടൻ, ഹിന്ദിക്കാരൊരു ചേട്ടനുണ്ട്, സഞ്ജയ് എന്തോ പറഞ്ഞിട്ടാണ്, പുള്ളിയുടെ ചാനലിൽ പുള്ളി വളയ്ക്കാൻ നോക്കി നടന്നില്ല. എന്തായാലും ഇതിൻ്റെ ക്യാമറയും കോപ്പൊക്കെ ബാറ്ററി ലൈഫും ഒക്കെ വെച്ചിട്ടൊരു സാധനം ഇതിൻ്റെ ഒരു യൂസ് ചെയ്തതിന് ശേഷം ഞാൻ തരുന്നതായിരിക്കും. അതുവരെ ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞത്. ഞാൻ പോകട്ടെ, ബൈ.